മലർവാടി ബാലസംഘം കേരള മഴവില്ല് സംസ്ഥാന ബാലചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. വർണ്ണങ്ങളിൽ വിസ്മയ കാഴ്ചയൊരുക്കി വൈപ്പിൻ ഏരിയ മലർവാടി മഴവില്ല് ചിത്രരചനാ മത്സരം 2026 നടന്നു. മലർവാടി മഴവില്ല് സംസ്ഥാന ബാലരചനാ മത്സരം 2026 എടവനക്കാട് ഇല്ലത്തുപടി കാരുണ്യ ഭവൻ ഹാളിൽ വിപുലമായി സംഘടിപ്പിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 361 കുരുന്നുകൾ 4 കാറ്റഗറികളിലായി മത്സരിച്ചു. മത്സരത്തിൽ വിജയികളായവരുടെ ചിത്രങ്ങൾ മികച്ച ചിത്രങ്ങളായി ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കാറ്റഗറി 1 നിന്നും അർച്ചന PR, സെയിന്റ് അഗസ്റ്റിൻസ് ലവ് ഫോർട്സ് കുൾപ്പുള്ളി, പൗർണമി അരുൺ, SMLPS ചെറായി, ആലിയ NS, സെയിന്റ് അഗസ്റ്റിൻസ് ലവ് ഫോർട്സ് കുൾപ്പുള്ളി. കാറ്റഗറി 2 അൻവിത ദേവി, സെയിന്റ് അംബ്രോസ് LPS എടവനക്കാട്, അഭിനന്ദ് MM, SPS LPS എടവനക്കാട്, കാതറിൻ ടിനു, അസിസി പബ്ലിക് സ്കൂൾ പെരുമ്പിള്ളി. കാറ്റഗറി 3 നിന്നും ആഡ്രിയ അനിൽ, LFUPS പള്ളിപ്പോട്ട്, ഹൈദർ ടി മിത്ര, അസിസി പബ്ലിക് സ്കൂൾ പെരുമ്പിള്ളി. ദൃശ്യ PM, SKVA LPS ഞാറക്കൽ. കാറ്റഗറി 4 നിന്നും ഇഷാൻ, LFSUPS പള്ളിപ്പോട്ട്, ഹൃദ്യ PM, STPY KPM HS എടവനക്കാട്, അമന്യ സുജിത്, HHSS എടവനക്കാട്. തുടർന്ന് മലർവാടി രക്ഷാധികാരി KM താരിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സ്ക്രീൻ ടൈം എങ്ങനെ കുറക്കാം എന്ന വിഷയത്തിൽ KS മെഹബൂബ് പാരന്റിംഗ് ക്ലാസ് നടത്തി. പ്രാവാണോ നല്ലത് കിളികളാണോ നല്ലത് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഇനിയുണ്ടോ ചോദ്യം? ഇല്ല, ഇത്ര എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. അപ്പൊ അമ്മ തിരിച്ചു ചോദിക്കാണ്. ഞാനൊന്ന് ചോദിച്ചോ, ഒറ്റ ചോദ്യം ചോദിച്ചു. ആകാശമാണോ നല്ലത് ഭൂമിയാണോ നല്ലത്? കുട്ടിയുടെ ചോദ്യം നോക്കിയേ, അമ്മയുടെ ചോദ്യം നോക്കിയേ, ശരിയല്ലേ? കുട്ടികൾ ചോദിക്കുന്നത് പൂക്കളെ കുറിച്ചും പൂമ്പാറ്റകളെ കുറിച്ചും നിറങ്ങളെ കുറിച്ചൊക്കെ കുട്ടികൾ ചോദിക്കുക. പക്ഷെ അമ്മ ചോദിച്ചതോ ആകാശമാണോ ഭൂമിയാണോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. അമ്മ ചെയ്താൽ ശരി. ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അമ്മ വിശദീകരിക്കാട്ടോ, ആകാശത്ത് ഒരുപാട് ഗോളങ്ങളുണ്ട്. രാത്രി ചന്ദ്രനെ കണ്ടിട്ടില്ലേ, നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ, ചില സന്ദർഭത്തിലൊക്കെ നിങ്ങൾ മഴവില്ല് കണ്ടിട്ടില്ലേ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം കാണാൻ ചന്ദ്രനില്ലേ, എന്തെല്ലാം നിറങ്ങളാണ്. കുട്ടികളെ ആകാശത്തിന്റെ ലോകത്തേക്ക് അമ്മ കൊണ്ടുപോയി. ഭൂമിയിൽ കടലുണ്ട്, മലകളുണ്ട്, മരങ്ങളുണ്ട്, മണ്ണുണ്ട്, മനുഷ്യരുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കിളികളുണ്ട്, മത്സ്യങ്ങളുണ്ട്. കുട്ടി ആകെ പ്രശ്നമായി. ഏതാണ്? കുട്ടി 2 തിരഞ്ഞെടുത്തു. 2ഉം നല്ലതാണ്. അപ്പൊ അമ്മ പറഞ്ഞു ആപ്പിളും ഓറഞ്ചും നല്ലതാണ്, പച്ചയും നീലയും നല്ലതാണ്, പ്രാവും കിളികളും. കാരണം നിങ്ങളുടെ മക്കളോടൊപ്പം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു വന്നേക്കുന്നത്. മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു എന്ന് പദം ഇപ്പോൾ പറയാറില്ല, മറിച്ച് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയാറ്. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സമയം അധികം ചെലവഴിക്കേണ്ടി വരില്ല എന്നാണ് പുതിയതായിട്ട് ആളുകൾ പറയുന്നത്. എന്തായാലും മലർവാടിയെ കുറിച്ച് 1-2 വാക്കുകൾ പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങൾ മലർവാടിയുടെ വ്യത്യസ്ത പരിപാടികളുമായിട്ടൊക്കെ ഇതിനു മുമ്പും ബന്ധപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മലർവാടി കുട്ടികളിൽ അറിവിനോടൊപ്പം തന്നെ അവരുടെ സർഗാത്മകതയും അതുപോലെ തന്നെ മറ്റ് കഴിവുകളും മൂല്യബോധവും പാരിസ്ഥിതിക ബോധവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കുട്ടികളുടെ കൂട്ടായ്മയാണ് മലർവാടി എന്ന് പറയുന്നത്. മലർവാടി വ്യത്യസ്ത പരിപാടികൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് വേനലവധിക്കാലത്ത് ബാലോത്സവം എന്ന് പറഞ്ഞിട്ട് ആ ദീർഘ അവധിക്കാല സമയത്ത് കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയും വ്യത്യസ്ത കളികളുമായിട്ട്, നമ്മൾ ചെറുപ്പകാലത്ത് പണ്ടുണ്ടായിരുന്ന ടൈം മൊബൈലിലുള്ള കളിയല്ല, അന്നുള്ള ആ കളികളൊക്കെ ആയിട്ട് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരുടെ ചെറിയ ചെറിയ കലാ മത്സരങ്ങളൊക്കെ നടത്തുന്ന പരിപാടിയാണ് ബാലോത്സവം എന്ന് പറഞ്ഞിട്ട് എല്ലാ വേനലവധിക്കാലത്തും സംഘടിപ്പിക്കാറുണ്ട്. മറ്റൊന്ന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവാം, ലിറ്റിൽ സ്കോളർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിജ്ഞാന പരീക്ഷ. കേരളം മുഴുവൻ ഒരേ സമയം നടക്കുന്ന ഒരു പരീക്ഷ, ഇതുപോലെ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട്. ആ പരീക്ഷ കേവലം ഒരു പരീക്ഷയല്ല, മറിച്ച് അതിലെ ചോദ്യങ്ങളും
അതിൻ്റെ ഉത്തരങ്ങൾ കുട്ടികളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന കുറെ കൂടി ഒരു മൂല്യ ബോധം നൽകുന്ന ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പരിപാടികളും. മലർവാടി ഏരിയ കോർഡിനേറ്റർമാരായ PM ഹാരിസ്, വഹിദ ടീച്ചർ, വനിതാ രക്ഷാധികാരികളായ ഹബീബ ടീച്ചർ, മഹറുന്നുസ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചിത്രകലാ അധ്യാപകൻ ഭൂമി ബാബു, മനാഫ് എടവനക്കാട് എന്നിവർ മത്സരങ്ങൾ ജഡ്ജ് ചെയ്തു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്. മലർവാടി ബാലസംഘം സംസ്ഥാന തലത്തിൽ നടത്തുന്ന ശ്രദ്ധേയമായ മഴവില്ല് ചിത്രരചനാ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. കാറ്റഗറി 1 നഴ്സറി, LKG, UKG. കാറ്റഗറി 2 1-2 ക്ലാസ്. കാറ്റഗറി 3 3-4-5 ക്ലാസ്. കാറ്റഗറി 4 6-7 ക്ലാസ്. ചെറിയ കാറ്റഗറിയിലെ കുട്ടികൾക്ക് നമ്മൾ ചിത്രം നൽകിയിട്ട് അതിന് ക്രയോൺ ഉപയോഗിച്ച് കളറ് കൊടുക്കുകയും മുതിർന്ന ക്ലാസ് അതായത് കാറ്റഗറി 4 വാട്ടർ കളറും നമ്മളൊരു വിഷയം കൊടുക്കും, ആ വിഷയത്തിനനുസരിച്ച് വാട്ടർ കളർ കൊടുക്കുക എന്നുള്ളതാണ് മത്സരം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ രജിസ്ട്രേഷനാണ് വന്നത്. 370ഓളം കുട്ടികൾ ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാരൻസ് ഇതിനോടനുബന്ധിച്ചൊരു പാരൻസിന് അവയർനെസ് ക്ലാസ്സും സംഘടിപ്പിക്കുന്നുണ്ട്. സ്ക്രീൻ ടൈം എങ്ങനെ ബോധപൂർവം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പാരന്റിങ് ക്ലാസ്സിന്റെ വിഷയം.